സുഹൃത്തുക്കളെ, ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുകയും പോരടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉറ്റവരും ഉടയവരും കൂടപ്പിറപ്പുകളുമെല്ലാം ആ രാജ്യങ്ങളിൽ അന്നം തേടിപ്പോയവരാണ്. നമ്മളും അവരും ഒരുപോലെ ഭീതിയിലാണ്. അല്ലാഹു തആല അവർക്ക് കാവൽ നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈ സാഹചര്യത്തിൽ യുദ്ധങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഇല്ലാതിരിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ നിർദ്ദേശിച്ച ദിക്റുകൾ ചൊല്ലി മനമുരുകിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി നോമ്പുകാരായ നമ്മൾ പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. പ്രിയമുള്ളവരെ, ദുആഉൽ കർബ് എന്ന് പറയുന്ന മഹത്തായ ദിക്റുണ്ട്. മല പോലെ വന്ന പ്രശ്നങ്ങൾ മഞ്ഞ് പോലെ ഒരുകിപ്പോകാൻ പ്രാപ്തമായ പ്രാർത്ഥനയാണ് ദുആഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. നമ്മളെല്ലാവരും തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷമോ നോമ്പ് തുറക്കാൻ സമയത്തോ ഈ ദുആഉൽ കർബ് 11 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല എല്ലാ വിഷമങ്ങളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും സലാമത്ത് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.